ഹായ് ഫ്രണ്ട്സിലൊക്കെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാട്ടോ ഞാനിത് പ്രതികരിക്കുന്നത്. ഏതൊരു പെണ്ണും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. പിന്നെ വീഡിയോ ഇട്ടിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാണേണ്ടവർ കാണും, സേവ് ചെയ്യേണ്ടവർ സേവ് ചെയ്യും. എന്തായാലും എൻ്റെ ചാനലിൽ ഞാൻ ആ വീഡിയോ എന്തായാലും കാണിക്കുന്നില്ല. ഞാനിവിടെ പറയാൻ വരുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കാൻ തന്നെ നാണക്കേടാണ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ ഷാജി ചെയ്തിരിക്കുന്നത്. ഞാൻ അന്നും ഇതേപോലെ അവളെ നന്നാക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ, ചെറിയ രീതിയിലൊക്കെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചിരുന്നു. തെറ്റുണ്ടെങ്കിൽ തെറ്റ് എന്നും ശരി എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നതാണ് യഥാർത്ഥ കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയോ എൻ്റെ ഫ്രണ്ടൊന്നും അല്ല. എന്നാലും നമ്മളൊക്കെ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ശത്രുക്കളെ പോലെ കണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അവരൊക്കെ കാണേണ്ട ആളുകളാണ്. കാരണം ഒരേ ജില്ലക്കാരും കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയും വൈറലായി പോകുമ്പോൾ, അതായത് ഒരു മാറ്റർ കിട്ടിയിട്ട് ആ മാറ്ററിനെ വെച്ചിട്ട് തന്നെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഷാജിദയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നീ ചെയ്ത ഇങ്ങനെയൊരു ഒരു വൃത്തികേട് ഒരിക്കലും ഇത് ഭയങ്കര മോശമായി പോയി. കാരണം അമ്മയുടെ സ്വന്തം ഉമ്മയുടെ ഷെഡ് ഇട്ടിട്ടുള്ള വീഡിയോ പബ്ലിക്കിന് മുന്നിൽ ഇട്ടിരിക്കുന്നു. എന്നിട്ട് ആളുകളെല്ലാം തെറി പറഞ്ഞിട്ട് ആ വീഡിയോ ഇവള് പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എനിക്ക് അങ്ങനെ ഒരു വേർഡ് പറയാൻ തന്നെ എനിക്ക് അറപ്പാവണം. കാരണം സ്വകാര്യ നിമിഷങ്ങളും സ്വകാര്യതയൊക്കെ നമ്മുടെ ബെഡ്റൂമിലാണ് ഉണ്ടാവുക. അത് നമ്മളിങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് പറഞ്ഞ് അത് സ്വന്തം ഉമ്മാൻ്റെ ഒരു ചാരിത്രം, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാൻ്റെ ഈ ഒരു ശരീരത്തിൻ്റെ വീഡിയോ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഷെഡ് ഇട്ട് ഒരു ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരിക്കൽ ഭീഷണിയുടെ സ്വരത്തിൽ അവൾ പറഞ്ഞിരുന്നു. പക്ഷേ ഒരിക്കലും ഇങ്ങനെ പുറത്ത് വിടുമെന്ന് ഞാൻ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിന് ഇവളെ ചൊടിപ്പിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇറ്റ്സ് മീ കൈസ് പിന്നെ ഇറ്റ്സ് മീ കൈസിനെ ഷാജിദയുടെ ഉമ്മ വിളിച്ചു. എന്നിട്ട് ഇപ്പം നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരാ, മറുഭാഗത്തുള്ള കാര്യം നമ്മൾ കേൾക്കണമെന്ന് നമ്മളെല്ലാവരും സംസാരിച്ചു തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് മീ കൈസിനെ വിളിച്ചിട്ട് ആ ഉമ്മക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഉമ്മ ഇറ്റ്സ് മീ കൈസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ കൈസ് പിന്നെ ആ ഒരു വീഡിയോ പബ്ലിക്കിൻ്റെ മുന്നിലിട്ടു. ആ ഇട്ടതിൻ്റെ തുടർന്നുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇവള് പബ്ലിക് ആക്കിയത്. എന്നിട്ട് ആ വീഡിയോ, അതായത് ഈ ഷെഡ്ഡി ഡാൻസ് ശരിക്കും അങ്ങനെയുള്ളൊരു ഡാൻസ് ശരിക്കും നമ്മൾക്കത് ശരിക്കും ഫീലായി പോകും. കാരണം നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ അത്രയും ജീവനോട് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ അമ്മമാരെയൊക്കെ നമ്മളിങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ എത്ര ചത്തുകുത്ത് പഴിയുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്സിൽ കൈസിനെ പിന്നെ എന്താണ് വെല്ലുവിളിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ആ ഉമ്മ പറയുന്ന എന്താണ് ആ ഉമ്മ പറഞ്ഞതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. കൈസിനോട് എന്താണ് പിന്നെ ആ ഉമ്മ പറഞ്ഞതെന്ന്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവള് വേറൊരാളുടെ കൂടെ പോയി. പിന്നെ 6 ലക്ഷം രൂപ ഒരാളുടെ നിന്ന് കടം മേടിച്ചു. കടമല്ല, അവളുടെ പിന്നെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും തീർക്കാനും ഇവളെ നിക്കാഹ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ. പിന്നെ ഇവളെ അങ്ങനെ ഇവൻ ആ പയ്യൻ പൈസ കൊടുത്തവൻ വീട്ടിൽ പോയപ്പോൾ അവർ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല എന്നും പിന്നെ ഈ പൈസ തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഷറഫലീന്നോ അങ്ങനെ എന്തൊരു പേരുള്ള ആളുടെ കൂടെ അങ്ങനെ പോയത്. പിന്നെ ഏത് നേരം ഇവള് മക്കളെ ഇവിടെ ആക്കിയിട്ട് ഇവളിങ്ങനെ വീഡിയോ എടുക്കാനാണ്, പ്രൊമോഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകും. പോയി കഴിഞ്ഞാൽ 4, 5 അല്ലെങ്കിൽ 2, 3 ദിവസം കഴിഞ്ഞിട്ടേക്ക് വരുള്ളൂ. ചിലപ്പോൾ 1 മണിയൊക്കെ ആവും വീട്ടിൽ വരാൻ. അപ്പം തന്നെ എനിക്കും ഉണ്ടായിരുന്നു. കാരണം വീഡിയോസ് എടുത്തിട്ട്, അതായത് ഏത് നേരം ഇങ്ങനെ വീഡിയോ ക്യാമറ പൊക്കി പിടിച്ച് നടക്കും, വീട്ടിലെ പണികളൊന്നും ചെയ്യാണ്ടാവുമ്പോഴും. അതുപോലെ തന്നെ ഇങ്ങനെ തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു അമ്മയും സഹിക്കില്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അവരൊക്കെ അത്രയും ഇതിലാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം ഷാജിദയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഷാജിദ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇപ്പം സത്യത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. 5 മക്കളെയും വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാനും പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടും ഒരിക്കലും യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കരുത് ഷാജിദ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഇസ്മി കൈസിനെ വിളിച്ച ആ ഒരു വോയിസ് നമുക്ക് കേൾക്കാം. ഷാജിദാന്റെ മാപ്പിള മരിച്ചിട്ട് ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി 2 കൊല്ലം ആവാൻ പോകുന്നു. നമ്മുടെ ഇനിയൊരു എതിദീനം വരുമ്പോഴേക്കും 2 കൊല്ലം തകയും. അതിന്റെ ഇടയിൽ അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നെ
പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ, വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുകയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. അപ്പൊ ഞങ്ങൾ ഇനി ഞാൻ ഇവിടെ കയറ്റില്ല, ഇനി അന്നെ ഇവിടെ കയറ്റില്ല, ഇനി നീ എന്റെ വീട്ടിൽ വരും വേണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരച്ചിൽ, ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ, ഉമ്മാനെ കയറ്റണ്ട, ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊന്നുമില്ല, എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളി എന്ന് ഞാൻ പറഞ്ഞു. ഒരു 5-6 മക്കളെ ഞാൻ 4-5 മക്കളാണ്, 5 ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുത്തി. അവളും വന്നു. അവള് വന്നിട്ട് ഞാൻ അവളെ ചെയ്യത്തില്ല. എന്റെ അനിയത്തിയും കൂടി, അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് വന്നത് കുറച്ച് ദിവസം ഞാൻ മുണ്ടാണ്ടായപ്പോ ഇവിടെ എന്താ കൈ മുറിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ കൈ അങ്ങനെ മുറിച്ച് 10-11 തുന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവളെ അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും അതൊരു 10-11 ദിവസം 21 ദിവസം ആകുമ്പോഴേക്കും വീണ്ടും ഭക്ഷണം കുടിച്ചു. പക്ഷെ ഈ ഇതില്ലേ എന്താ പറയാ, ഉറക്കുളിയ, എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഉറക്കുളിയ അവള് കഴിച്ചു. എന്തിനാ ചെയ്യുന്നത് അവൾക്ക് മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ. ഉറക്കുളിയ കഴിച്ച് അതിൽ ഞാൻ ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നു. ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്നറിയോ, അവൾക്ക് 6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാണി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടുപോയതാണ് വീട്ടിൽ നിന്ന്. അത് എനിക്കറിയില്ല. അത് ഇവള് കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇവനെ ഇറക്കി കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ ഒരു 10-15 ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി. പിന്നെ അവൻ നിക്കാഹിനാണ് പറഞ്ഞ് പോയി, നിക്കാഹ് കഴിച്ചില്ല. പിന്നെ ഇവൾക്ക് അങ്ങനെ ഭ്രാന്ത് പോലെയൊക്കെ ആയി. പിന്നെ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവരുടെ ആ വ്യക്തിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ ആണ് അവർ യൂട്യൂബിൽ ഇട്ടത്. ഇല്ല, അത് വേറെ ചെക്ക എന്നേഷം കിട്ടിയതാണ്. അത് ഇവിടെ അല്ലേ കാസർഗോഡിലേക്ക്. കാസർഗോഡുള്ള ചെക്ക, ഈ ചെക്കന്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക ഇട്ടിട്ട് പോയപ്പോ കാസർഗോഡുള്ള ചെക്കനായിട്ട്, കാസർഗോഡുള്ള ചെക്ക ആദ്യമായിട്ടുള്ളതാണ്. അത് എന്റെ മരുമകളുടെ ഇവിടെ ഉള്ളതാണ്. അവരായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ? ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവള് പറയുന്നത്. പക്ഷെ ഇവളുടെ കഥ എന്താന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇവളുടെ പിന്നാലെ നമ്മള് പോകണമെന്നില്ലല്ലോ. ഇവള് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 5 മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോകും. ഇറങ്ങിപ്പോയി ഇവിടെ 5 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക. പോക്ക് എന്ത് പറഞ്ഞിട്ടാ പോകുന്നു, വീഡിയോ എടുക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടാ പോവുക. അത് കോഴിക്കോട് പോകും, പിന്നെ കാസർഗോഡ് പോകും, തൃശ്ശൂര് പോകും, മറ്റേ എറണാകുളം പോകും, വയനാട് പോകും. ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവൾക്ക്. അപ്പൊ ഈ വരുന്നവർക്ക് ഈ 5 മക്കളെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്. അതിന് 2 മക്കളെ അവിടെ എത്തിക്കാനി കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 മക്കളെ മദ്രസയിൽ വിടലും സ്കൂളിൽ വിടലും അതുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാം ഞാൻ തന്നെ. ഇവൾക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഞാനായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി, അങ്ങനെ ഇവളെ ആസ്പത്രിയിൽ കൊണ്ടുപോയി 4 പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടുപോയിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒരിക്കൽ ഭക്ഷണം കുടിച്ചു. പിന്നെ നമ്മുടെ ഈ ബാത്റൂം കഴുകണ ഈ എന്തുകൊണ്ടൊക്കെ അത് കഴിച്ചു. അതിൽ ഞാൻ രക്ഷപ്പെടുത്തി. പിന്നീട് ഇവൾക്ക് കഴുത്തിലൊരു തൈറോയിഡിന്റെ മുഴ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടുപോയി അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ 3-4-5 പരിപാടി ഇവള് കഴിച്ചോളാണ്. അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇവളിങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവളുടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കെട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി. ഒരു മാസം നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ, ഈ നോമ്പിന് 1 മാസം ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ അതുവരയ്ക്ക് ഇവളുടെ ഡ്രസ്സുകൾ തിരുമ്പല്, കുട്ടികളെ നോക്കല്, എല്ലാ പരിപാടി ഞാനാണ്. ഇവിടെ ഒന്നിരിക്കും വരില്ല. ഇവിടെ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇടലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കണ്ട. എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് ഇനി 2 മക്കളുണ്ട് വേറെ. അപ്പൊ അവർക്ക് മരുമക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല, കാണാൻ അതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ആയി 1 മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ആ വീട്ടിൽ ഞാൻ എളാപ്പാന്റെ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി. അവനും അവന്റെ ഭാര്യ ഉമ്മറയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, താത്ത 1 മാസം കാര്യം താത്ത അവിടെ വരണം, അവിടെ നിൽക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ 1 മാസം അവിടെ പോയി നിന്നിട്ട് നമ്മുടെ പെരുന്നാളായപ്പോ അവിടെ എന്ത് പറഞ്ഞു, എന്റെ അളാപ്പാന്റെ മരുമകൾ എന്ത് പറഞ്ഞു, താത്ത കുട്ടികളൊക്കെ വരില്ല, അതുകൊണ്ട് താത്ത 10 ദിവസം ലീവ് എടുത്ത് പോയിക്കോളിയും പറഞ്ഞു. അങ്ങനെ ആ ലീവിൽ 10 ദിവസം ഇവിടെ വന്ന് മക്കളുടെ അടുത്ത് നിൽക്കാവറന്ന് വന്നു. അങ്ങനെ വന്നപ്പോ എന്റെ മക്കള് പെരുന്നാളായിട്ട് 2 മക്കളും വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നിറയെ സാധനങ്ങൾ ചാവക്കാട് കിറ്റടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കിറ്റ് കിട്ടിയില്ല, ചാവക്കാടിനും കിറ്റ് കിട്ടിയില്ല. പിന്നെ എനിക്ക് നിറയെ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇവിടെ ആരും കൊടുന്നേരമല്ല. ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ എല്ലാ പണിക്കും പോയിട്ടാണ് ഞാൻ 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും അതൊക്കെ ഞാനാണ്.
അവരുടെ വാപ്പ ഒന്നിനും വരില്ല, വാപ്പ ഒന്നും തരില്ല. ഒരു ഫ്ലൈറ്റ് മനസ്സിലടക്കം അവളുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത്. എന്റെ വയനാടുണ്ട് ഒരു ആങ്ങള, അല്ല വയനാടല്ല ഇവിടെ ചാവക്കാട് ഒരു ആങ്ങളുണ്ട്, അവനാണ് ഈ 3 കെട്ടിക്കൊടുത്തതും എല്ലാം. ബാക്കി കെട്ടിക്കൊടുത്തതെല്ലാം മുതൽ കൊടുത്ത് കെട്ടിച്ചാവും, ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഒരു സത്യം, നമ്മളുടെ മാപ്പിള എങ്ങനെയാണെന്നറിയോ, ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുന്നു തരൂട്ടോളെ, അതില്ലാന്ന് ഞാൻ പറയില്ല. ഉമ്മ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഉമ്മ പണിക്ക് പറ്റില്ല, ജീവിക്കുന്ന വേണ്ട കുട്ടി എല്ലാം കൊടുന്നു തരും. അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല. അങ്ങനെ ആയിട്ട് ഇവളിങ്ങനെ ആള് പാവാണ്, അത് പാവാണ്. പാവം പറഞ്ഞ പാവ. നിങ്ങള് ഉപ്പാനെ കൊറേ കഷ്ടപ്പെടുത്തിയിരുന്നുള്ള ലെവലിൽ അവള് പറയണ്ടല്ലോ വീഡിയോയിൽ വന്നിട്ട്. അയ്യേ അത് ഉപ്പാന്റെ കഥ എങ്ങനെയാണെന്നറിയോ, ഉപ്പ ഒരു സുഖമില്ലാത്ത ആളാണ്. ഉപ്പ പറഞ്ഞ ഉപ്പാക്ക് ഒരു മാനസ്യം പോലെയാണ് ആള്. അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആർക്കും അറിയില്ല ഇയാളിങ്ങനെയുള്ള ആളാണ്. കണ്ട നല്ലൊരു മനുഷ്യനാണ്, അവളുടെ മാതിരി തന്നെ കണ്ട നല്ലൊരു മനുഷ്യനാണ്, സാജിദാനമായുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവരും ഇവിടെ എന്റെ വീട്ടിൽ എനിക്ക് 6-7 ആങ്ങളാരുണ്ട്, 2 ഏടത്തിമാരുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അവരൊക്കെ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നേരാവും, പോട്ടെ അത് ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു മൂപ്പരിനെ. വിട്ടിട്ട് പിന്നെ മൂപ്പര് നേരാവേണ്ട വഴിയില്ല. അപ്പൊ ഞാനും കേട്ടിപ്പോ നമുക്കാണെങ്കിൽ 2-3 മക്കളുമായി. ഞാൻ മൂപ്പരുടെ വീട്ടിലൊന്നും പോയി ഇരുന്നിട്ടില്ല. ഞാൻ എന്റെ വാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം വാപ്പ തന്ന്, അതിൽ 2 ആങ്ങളാര് എനിക്ക് വീട് വെച്ച് അതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മൂപ്പര് വന്നാൽ എന്നെ തെറി പറയും. എനിക്ക് ഈ തല്ല് കിട്ടാൻ ഞാൻ വാങ്ങിക്കും, പക്ഷെ ഈ തെറി പറയണത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കേൾക്കില്ല. അപ്പൊ എന്ത് പറഞ്ഞു, അപ്പൊ എന്റെ അനിയൻ എന്ത് പറഞ്ഞു, നീ എന്താ അങ്ങനെ വരുമ്പോ ഉള്ള തെറി പറയുന്നത്, നിനക്ക് ഞാൻ അതൊന്ന് വെച്ചിട്ടുണ്ട് കണ്ട് അവനൊരടി കൊടുത്തു. ആ അടി കൊടുത്തതിന് ശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ ഓർക്ക് വരണ്ട, എന്നെ അങ്ങനെ തെറി പറയല്ലേ, എന്റെ ഓർക്ക് വരണ്ട എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ മൂപ്പരാണെങ്കിൽ സുഖമില്ലാത്ത ഒരാള് വീട്ടിൽ വന്നാൽ TV ഇടും, കറണ്ട് ലൈറ്റ് കത്തിക്കും, വാതിൽ തുറന്നിടും, അങ്ങനെയുള്ള ഓരോ ഇത് ചെയ്യണതാണ്. ശരി പറഞ്ഞ മൂപ്പരിപ്പോ പോയിട്ട് എന്നെ വിട്ടുപോയിട്ട് ഒരു 27-28 കൊല്ലായിട്ടുണ്ടാവും. പക്ഷെ ആള് വരുന്നുണ്ട്, ആളെ എപ്പോഴെങ്കിലും ഇതേ വരും. ഇവിടെ ഓ ഉണ്ട്, ആ മൂപ്പര് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ എന്റെ വീട്ടുകാരെന്നെ നോക്കിയായിരുന്നു. ആയിട്ട് കുട്ടി വാപ്പാന്റെ കഥ അങ്ങനെയാണ്, വാപ്പാന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവളിപ്പോ എന്താ ചെയ്യുന്നത് അറിയോ, ഇവള് 2 അനിയത്തിമാര് വരണം. എന്റെ കുട്ടികൾ വന്നപ്പോ ഇവള് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഞാനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അതിൽ ഉമ്മാക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഇരിക്കുക, അല്ലെങ്കിൽ അനിയത്തികൾ 2 വീടുണ്ട്, 2 വീട്ടിലിരിക്കുക, എന്റെ വീട്ടിൽ വരാൻ പാടില്ല പറഞ്ഞു. അപ്പൊ ഇവിടെ എന്റെ അടുത്ത് എന്ത് ചോദിച്ചു, എനിക്ക് ഈ വീട് റൈസാക്കി തരുമോ ചോദിച്ചു. അത് എന്റെ പേരിലാണ് വീട് വരുന്നത്. അവളുടെ വാപ്പ എന്താണ് എനിക്ക് അതിൽ തന്നിറക്കുന്നത്, അവളുടെ വാപ്പാന്റെ പേരുണ്ട്. അത് എങ്ങനെ 2000 രൂപ 3000 രൂപ അന്ന് റൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ വാപ്പ തന്നു. അപ്പൊ ശരി എന്റെ ആങ്ങളാരെന്ത് പറഞ്ഞു, ഒന്ന് ശരി മൂപ്പന്റെ പേരും ഇരിക്കട്ടെ പറഞ്ഞു. അങ്ങനെ 2 കൂടി എന്റെ കഴിച്ചിട്ടാണ് മൂപ്പര്, എന്റെ വാപ്പാന്റെ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളെ വരാം, എന്റെ മക്കൾ എപ്പോഴെങ്കിലും വരുള്ളൂ, വന്നാൽ ഒരു 4 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ 10 ദിവസം നിൽക്കുക, അങ്ങനെ നിന്ന് അവർ പോവുകയും ചെയ്യും. ഇവളുടെ ചെലവിലൊന്നല്ല, ഇവളിപ്പോഴല്ലേ വന്നു കൂടിയത്. ഈ 10-35 കൊല്ലം എന്റെ മക്കളെ ഞാനല്ലേ നോക്കിയത്. ഞാൻ ഈ തൊഴിലുറപ്പിന് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വേറെ പണിക്ക് വിളിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ നോക്കി വളർത്തിയതും അതിനെ പ്രസവിച്ച് പറഞ്ഞതും എല്ലാം ഞാൻ അങ്ങനെയാണ്. അതങ്ങനെ പോട്ടെ, അതൊന്നും സാരല്ല, അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതല്ലേ കുട്ടി. അങ്ങനെ എന്ത് പറഞ്ഞു. അപ്പൊ ഇവിടെ വരാൻ പാടില്ല പറഞ്ഞു. ഈ കുട്ടി ചെറിയ കുട്ടി പെൺകുട്ടി കരഞ്ഞിട്ട് പോയി. 2ാം പെരുന്നാൾക്ക് അവളുടെ മാപ്പിള വിളിക്കാൻ വന്നു, വരാൻ പറഞ്ഞു. വിളിക്കാൻ വന്നു, ആ കുട്ടി കരഞ്ഞിട്ട് പോയി. എന്റെ വീട്ടിൽ എനിക്ക് 10 ദിവസം നിൽക്കാൻ പറ്റിയില്ല, സ്കൂൾ പൂട്ടിയിൽ വന്നതാണ്, സ്കൂൾ പൂട്ടിയിൽ 10 ദിവസം നിൽക്കാൻ പറ്റിയില്ല, അവരുടെ ആ കുട്ടി കരഞ്ഞിട്ട് പോയി. അതങ്ങനെ കഴിഞ്ഞ് പിന്നെ 2ാമത്തെ കുട്ടിയും വീട്ടിലുണ്ട്. 2ാമത്തെ കുട്ടിനെ അതേപോലെ ഇവിടെ കാണിക്കാൻ തുടങ്ങി. ഇറങ്ങടി ഇവിടുന്ന്, തോടി ഇവിടുന്ന്, നീ ഇവിടെ ഇരിക്കണ്ടീ, നിങ്ങൾ നിങ്ങളുടെ മാപ്പിളാരോടെ പോയി ഇരിക്കടി. ഞാനും ഇവിടെ മാപ്പിളോടൊക്കെ തന്നെ കൊടുത്ത്, ഇവിടെ നാവ് ശരിയില്ലാത്ത കാരണം അവിടുന്ന് ഇവിടെ വന്ന് ഇരിക്കണുള്ളൂ. അപ്പൊ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്, ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസും പ്രശ്നങ്ങളും ഇപ്പം നമ്മളൊരു സ്ത്രീ എന്നൊരു പരിഗണനയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ. അപ്പം ഇത് വളരെ മോശമായി. ഇപ്പോൾ നമുക്കൊക്കെ പിന്നെ നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ചില ആളുകൾക്കൊക്കെ എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ അറിയാം. അപ്പോൾ അവരെന്നോട് പറയും, നീ ഒരിക്കലും ഇവളുടെ വീഡിയോ ഇങ്ങനെ ചെയ്യണ്ട. പക്ഷെ അവരുടെ അഭിപ്രായം പറയാറുണ്ട് എന്നോട്, ഇത് വളരെ മോശമായി പോയി, കാരണം കുടുംബത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കാക്കി വീഡിയോ ചെയ്യുമ്പോൾ അത് എത്ര വലിയ മോശമാണ്. അതും മാത്രമല്ല, ഇവള് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് ഇവൾ തന്നെയാണ് നല്ലവള്, ബാക്കി എല്ലാവരും പൊട്ടകളാണ്, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരുപാട് ലൈവുകളും വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ
ഇങ്ങനെ വെല്ലുവിളിയും ഇങ്ങനെ അട്ടഹസിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടും ഇങ്ങനെ അഹങ്കരിച്ചും എത്ര നാൾ പോകും? അതൊക്കെ ഒരു നിമിഷം മതി ഇല്ലാതാവാൻ. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, ഒരു നിമിഷം മതി ഇല്ലാതാവാനായിട്ട്. ദയവ് ചെയ്തിട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്നത് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ കൈസിനെ വെല്ലുവിളിക്കുന്നതായി കണ്ടു. അത് നിങ്ങളും കൈസുമായി. കാരണം കൈസ് പറയേണ്ടിടത്ത് കൊള്ളേണ്ടിടത്ത് കൊള്ളിച്ച് തന്നെ ആളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയുള്ള ചർച്ച നമുക്ക് വരും വഴിയാകാം. പക്ഷേ ഈ ഉമ്മാൻ്റെ കാര്യം ഒട്ടും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഉമ്മ ഇങ്ങനെ ഷാജിനെ കുറിച്ച് വീഡിയോ ചെയ്തു എന്ന് അറിഞ്ഞതും ഇങ്ങനെ ഉമ്മാൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. കഷ്ടം. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ ഭയങ്കര ഇവളോടുള്ള ആ ഒരു വാശിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ വീഡിയോ പിടിച്ചിട്ട് ഇടുമ്പോൾ അത് മോശമല്ലേ? അത് ചിന്തിച്ചൂടെ ഷാജിദയ്ക്ക്? ഷാജിദൻ്റെ സേഫാണ്, ഷാജിദയാണ് ശരി, ഞാൻ ചെയ്തതാ ശരി, ഇതൊക്കെ വാദിക്കാനായിട്ട് ഇത് വക്കീൽ ഓഫീസൊന്നും അല്ല, സ്വന്തം വീടാണ്, സ്വന്തം ഉമ്മയാണ്. പൈസ കൊടുത്ത് ചെലവിന് കൊടുത്ത് നമ്മൾ ഇത്ര കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മുടെ ഉമ്മാനെ നോക്കണം. അതിന് കണക്കും കാര്യങ്ങളും പറയുകയല്ല ചെയ്യേണ്ടത്. എത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് മറന്ന് നമ്മൾ അവരുമായി ഒന്നിച്ച് പോകണം. അതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അവരില്ലാതെ നമ്മളില്ല. ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ അമ്മമാരുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് ഇത്രത്തോളം വായടിച്ച് നമ്മൾ ജീവിക്കുന്നത്. അതൊരു നിമിഷമെങ്കിലും ആലോചിക്കാമായിരുന്നു. ഇനി എനിക്ക് ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിനക്ക് വരുന്നത് 5 ആൺകുട്ടികളാണ്. ഈ 5 മക്കളും നോക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇപ്പം തന്നെ അവരെ വെറുപ്പിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ വാടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ, അങ്ങനെയൊരു ഇതിലാണ്. കാരണം ഉമ്മാനെ അനുസരണയല്ല, ഇത് അനുസരിപ്പിക്കലാണ് ചെയ്യുന്നത്. സ്നേഹത്തോടെയുള്ള അനുസരിപ്പിക്കലല്ല അവിടെ കാണുന്നത്. എൻ്റെ കാര്യം നീ തുറന്നു പറയ്, അല്ലെങ്കിൽ എൻ്റെ നിരപരാധിത്വം നീ തെളിയിക്ക്, നീ മറ്റുള്ളവരോടായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ മക്കളോട് പറയുമ്പോൾ ആ മക്കളുടെ ഓരോ മുഖഭാവം എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അവർ ഈ ഉമ്മ എന്താണ് അത് വിട്ടൂടെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ എത്ര വലുതാക്കണോ എന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവർ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കും ഉമ്മ ചെയ്തതൊക്കെ തെണ്ടിത്തരമാണ് എന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അറിയാം ഒരു അമ്മയുടെ വേദന എന്താണെന്ന്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.